മഴ മുന്നറിയിപ്പിൽ മാറ്റം 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 2 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. മഴക്കെടുതിയിൽ മൊത്തം 8 മരണം റിപ്പോർട്ട് ചെയ്തു. 8 പേരെ കാണാതായിട്ടുണ്ട്. 13 പേർക്ക് പരിക്കേറ്റു. മലയോര മേഖലകളിൽ ഉള്ളവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേർന്നുണ്ട്. ആതിര, ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് ഏത് രീതിയിലാണ്, നിർദ്ദേശവും എന്താണ്? രാജേഷ്, സംസ്ഥാനത്ത് അടുത്ത ഇന്ന് ഒരു ദിവസം കൂടി അതിതീവ്രമായിട്ടുള്ള മഴയുടെ സാധ്യതയാണ് മുന്നിലുള്ളത് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ മഴ മുന്നറിയിപ്പിൽ മാറ്റമുണ്ട്. നേരത്തെ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ മഞ്ഞ അലേർട്ട് ഈ ഇരു ജില്ലകളിലും നൽകിയിട്ടുണ്ട്. മറ്റ് പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. ഓറഞ്ച് അലേർട്ട് ആണെങ്കിലും ഒരു റെഡ് അലേർട്ട് നൽകിയാൽ സ്വീകരിക്കുന്ന നിർദ്ദേശങ്ങളൊക്കെ തന്നെ കർശനമായി പാലിക്കണം എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് മൊത്തം 8 മരണമാണ് ഈ മഴക്കെടുതി മൂലം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 8 പേരെ കാണാതായിട്ടുണ്ട്. 13ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയതായി നമുക്ക് ലഭിക്കുന്ന വിവരം. അതുപോലെ തന്നെ ഈ പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ തീരദേശ മേഖലകളിലും അതുപോലെ തന്നെ ഈ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരുൾപ്പെടെ മാറി താമസിക്കണം. അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം എന്ന നിർദ്ദേശവും കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വകുപ്പ് മന്ത്രിമാർ അതത് ജില്ലകളിൽ തന്നെ ക്യാമ്പ് ചെയ്തുകൊണ്ട് സംസ്ഥാനത്തെ സ്ഥിതിവിശേഷങ്ങൾ നിരീക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ഒക്കെ തന്നെ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇന്നൊരു ദിവസം കൂടി അതിതീവ്ര മഴ നിലനിൽക്കുമെന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. അതിനുശേഷം മഴ താരതമ്യേന കുറയാനുള്ളൊരു സാധ്യതയുണ്ട്. അതിനുശേഷം 5, 6 തീയതികളിൽ വീണ്ടും മഴയുടെ തീവ്രത വർദ്ധിക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. അത് കൂടാതെ തന്നെ ഇന്നും നാളെയും മണിക്കൂറിൽ ഏകദേശം 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനുള്ളൊരു സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ഉൾപ്പെടെ ജാഗ്രത പാലിക്കണം. കർശനമായി നിർദ്ദേശങ്ങളൊക്കെ തന്നെ പാലിക്കണം എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. അതിൽ മറ്റു പ്രധാന വിഷയം പ്രതിപക്ഷത്തിൻ്റെ ആക്ഷേപങ്ങളാണ്, ആരോപണങ്ങളാണ്. ഈ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ പ്രതിപക്ഷം CPM ഉന്നയിക്കുന്നു. സർക്കാർ നേരിട്ട് ഇറങ്ങി ഇടപെടുന്നില്ല എന്ന ആക്ഷേപം ഉന്നയിക്കുന്നു. മുഖ്യമന്ത്രിക്കെതിരെ പരാതി ഉന്നയിക്കുന്നു. കേരളത്തിലെ സ്ഥിതിഗതികൾ ഗൗരവമായി തുടരുമ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിലെത്താതെ ഓഫീസിൽ നിന്നുള്ള ബ്രീഫിംഗിലേക്ക് ഒതുങ്ങുന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് നിസ്സംഗത നിറഞ്ഞതാണെന്നും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിലൂടെ വിമർശിക്കുന്നു. ഇത് രാഷ്ട്രീയപരമായ വിമർശനമാണോ അതോ സർക്കാരിന് വീഴ്ച പറ്റിയിട്ടുണ്ടോ? രാജേഷ്, തീർച്ചയായിട്ടും CPM സെക്രട്ടേറിയറ്റ് വലിയ രീതിയിലുള്ള കടുത്ത വിമർശനങ്ങൾ തന്നെയാണ് മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. ഈ മഴ മുന്നറിയിപ്പ് നൽകുന്നതിലുൾപ്പെടെ വീഴ്ച പറ്റിയെന്നുള്ളതാണ് CPM നിലവിൽ ആരോപിക്കുന്നത്. കാരണം മഴ മുന്നറിയിപ്പ് റെഡ് അലേർട്ട് ആയിരുന്നില്ല ആദ്യഘട്ടത്തിൽ. ഉരുൾപൊട്ടൽ ഉൾപ്പെടെ ഉണ്ടാകുന്നൊരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് നേരത്തെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചില്ല എന്നൊരു ആരോപണം നേരത്തെ തന്നെ പൊതുജനങ്ങളുടെ പക്ഷത്ത് നിന്നും ഉയർന്നിരുന്നു. ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ CPM-ഉം അത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നത്. അതുകൂടാതെ തന്നെ ഈ വകുപ്പ് മന്ത്രിമാർക്ക് ചുമതല ഏൽപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി യാതൊരു തരത്തിലുള്ള ഇടപെടലും നടത്തുന്നില്ല എന്ന വിമർശനവും CPM ഉന്നയിക്കുന്നുണ്ട്. അതുകൂടാതെ ഈ ഹെലികോപ്റ്റർ സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിച്ചു. അതുപോലെ തന്നെ ഇത്തരത്തിൽ വലിയൊരു ദുരന്തം ഇവിടെ നടക്കുമ്പോൾ മുഖ്യമന്ത്രി വിരുന്നിൽ പങ്കെടുത്ത് നടക്കുകയായിരുന്നു എന്നുള്ള വിമർശനവും CPM നിലവിൽ ഉന്നയിക്കുന്നുണ്ട്. LDF-ന്റെ ഭരണകാലത്ത് ഈ ഹെലികോപ്റ്റർ വാങ്ങിയത് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള ദുരന്ത പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ നേരിടുന്നതിനായിട്ടാണ് ഈ ഹെലികോപ്റ്റർ വാടകയ്ക്ക് ഈ LDF സർക്കാരിന്റെ കാലത്ത് എടുത്തത്. പക്ഷേ നിലവിൽ അത് ഉപയോഗിച്ചത് ഒരു സ്വകാര്യ ആവശ്യത്തിനാണ് എന്നുള്ള വിമർശനവും CPM സെക്രട്ടേറിയറ്റ് ഇറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. അത് കൂടാതെ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ മുഖ്യമന്ത്രി ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നില്ല, പകരം ബ്രീഫിംഗിലേക്ക് മാത്രം ഒതുക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങളും ഉയരുന്നുണ്ട്. ഇത്തരത്തിലൊരു വലിയ ദുരന്ത ഘട്ടത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതും സ്ഥിതിഗതികൾ വിലയിരുത്തേണ്ടതുമാണ്. പക്ഷേ അത്തരത്തിലൊരു ഇടപെടൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം. പല ഘട്ടത്തിലും പൊതുജനങ്ങൾക്കും ഇതേ അഭിപ്രായം തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ആദ്യഘട്ടത്തിൽ ഉൾപ്പെടെ ഒരു വീഴ്ച സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളതാണ് CPM ഉന്നയിക്കുന്ന പ്രധാന ആരോപണം. ആതിരയാണ് വിശദാംശങ്ങൾ നൽകിയത്.